പ്രഷറെ തിരികെ എത്തുമ്പോൾ നമ്മൾ പോകുന്നത് മലക്കപ്പാറയിലേക്കാണ്. മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ ആക്രമിച്ച സ്ഥലത്ത് വീണ്ടും പുലി ഇറങ്ങി. വീരാൻകുടി ഉന്നതിയിലെ കുടിലുകൾക്കകത്ത് ഉൾപ്പെടെ പുലി കയറി. ഇന്നലെ വൈകുന്നേരം പുലിയെ കണ്ടതിന് പിന്നാലെയാണ് അർദ്ധരാത്രി വീണ്ടും പുലി ഉന്നതിയിലെത്തിയത്. ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് രാത്രിയോടെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി ഇത് പുലി വന്നതാ. ഇത് കണ്ട തപ്പേഴ് വീട്ടിന് പുലി കയറി. എല്ലാ വീട്ടിലും കയറിയിട്ടോട്ട് കഥവെല്ലാം തുറന്നു വിട്ട് എല്ലാ വീട്ടിലും പുലിയും കയറി. പോയി നോക്കിയിട്ട് എല്ലാവരും വന്നുണ്ടോ എന്താന്ന് സംഭവിക്കാന്ന് ദൈവമാക്കിയും കൊണ്ടാണ് നമ്മളെ പോർഷക്കാരും നമ്മുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തെന്നാണ് സഹായം എവിടെ നിന്നാണ് പാർട്ടിക്കാരും നമ്മളെ പോർഷക്കാരും ചേർന്ന് ചെയ്തു തരണം. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, പ്രദേശത്ത് ആകെ ആളുകൾ വലിയ ആശങ്കയിലാണ്. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരം? അതായത് ഈ കുടിലുകൾക്കകത്ത് ഇന്നലെ രാത്രിയും പുലി കയറി. കഴിഞ്ഞ ദിവസം ഈ കുടിലിനകത്ത് കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെയാണ് പുലി പിടിച്ചു കൊണ്ടുപോവുകയും ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് പിന്നീട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത്. ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം വീണ്ടും ആ പ്രദേശത്ത് തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. ആ സമയത്തും എല്ലാവരും ചേർന്നുകൊണ്ട് പുലിയെ ഓടിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. പിന്നീട് രാത്രി വീണ്ടും ഈ കുടിലുകൾക്കകത്ത് പുലി വരുന്നു. വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇവർ പറയുന്നത് കൃത്യമായൊരു പുനരധിവാസ പദ്ധതി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരേക്കും അത് നടപ്പിലാക്കിയിട്ടില്ല. അത് ഉടൻ തന്നെ നടപ്പിലാക്കണം. അതല്ലാത്ത പക്ഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശരി ലിഷോയ്, മലക്കപ്പാറയിലാണ് വീണ്ടും പുലി ഇറങ്ങിയത്. പ്രദേശത്തെ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്.